സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിക്ക് കത്തയച്ച് EPF പെൻഷനേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. ഷൊർണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രധാനമന്ത്രിക്ക് ഒരു കത്തയക്കൽ സമരം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളും ഈ സംഘടനയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായ പോരാട്ടം നമ്മൾ നടത്തിയാലാണ് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഈ പ്രൊവിഡന്റ് പെൻഷൻ ഇത്രയാണെന്ന് മറ്റുള്ളവരോട് പറയാൻ പോലും ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ നാണക്കേടാണ് നമ്മൾക്ക് പറയാം. കാരണം 1000 രൂപ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലിയാണ് 1000 രൂപ. പലർക്കും 1000 രൂപ പോലും കിട്ടാത്ത പ്രൊവിഡന്റ് തൊഴിലാളികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര ലജ്ജാകരമായിട്ടുള്ള അവസ്ഥ വേറെ എവിടെയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ സമരം, ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പലവിധ സമര പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. സമര പോരാട്ടങ്ങൾക്ക് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം ഇവിടുത്തെ എല്ലാ PF പെൻഷൻ വാങ്ങിക്കുന്ന എല്ലാ സഹോദരങ്ങളും അതിനെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ആ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണം. മിനിമം പെൻഷൻ 9000 രൂപയാക്കി ക്ഷാമബത്ത ബാധകമാക്കുക, അർഹതപ്പെട്ടവർക്കെല്ലാം ഓപ്ഷൻ അനുവദിക്കുക, സൗജന്യ ചികിത്സ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കത്തയച്ചത്. പ്രസിഡന്റ് ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 100% നികുതി പിരിച്ച ഉദ്യോഗസ്ഥരെ ഭരണസമിതി അനുമോദിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ 100% നികുതി പിരിച്ച ജീവനക്കാരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുമോദന ചടങ്ങ് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. അവര് ഇവിടവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന് കഴിഞ്ഞവരുണ്ട്, ഇപ്പോഴും പൂർണ്ണമായും പൊരുത്തപ്പെടാത്ത ആളുകളുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുളത്തിലെ ആമയുണ്ട്, തവളയുണ്ട്, നീർക്കോലിയുണ്ട്, എല്ലാ സാധനവും കൂടിയിട്ട് അങ്ങനെ സഹവാർത്തത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കഴിച്ചു. എങ്ങനെയത് പറയാൻ പറ്റും, കാരണം കഴിഞ്ഞു എന്നല്ല, കഴിച്ചു. പക്ഷെ ആ കഴിക്കലിനിടയ്ക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മനസ്സിൽ പ്ലാൻ ഫണ്ട് ഇത്രയും ചെലവാകും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ 308 സ്ഥാനത്താണ്. സംസ്ഥാനത്ത് തന്നെ ഞാൻ പറഞ്ഞത് ഒന്നാമത് നിൽക്കുന്ന പഞ്ചായത്ത് 400 ശതമാനമാണ്, 100% അല്ല, 400 സെക്രട്ടറി കൊച്ചുനാരായണി അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരായ ഷിനി, ലീല, പ്രഭ, സരസ്വതി, ആദിൻ എന്നിവരെയും 87-23% നിർവഹണം നടത്തിയ അനിത മോഹനെയും അനുമോദിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി N നിഷ, ഹെഡ് ക്ലർക്ക് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം MG റോഡ് യൂണിറ്റിന്റെ വാർഷിക യോഗം നടന്നു. കേരള സീനിയർ സിറ്റിസൺ ഫോറം MG റോഡ് യൂണിറ്റിന്റെ വാർഷിക യോഗം ചേർന്നു. ഈസ്റ്റ് മനിശ്ശേരിയിൽ വെച്ച് നടന്ന യോഗം ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പല തരത്തിലുണ്ട്. അതിലത്തെ ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എന്തെങ്കിലും ഒരു സഹായം വേണ്ട സമയത്ത്, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ജോലി മിക്ക മക്കൾക്കും പുറത്തായിരിക്കും. ഇപ്പോഴൊക്കെ 2 പേരും വർക്കിംഗ് ആയിരിക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇപ്പോൾ മകനാണെങ്കിൽ മകനും മകൻ്റെ ഭാര്യയും, മകളാണെങ്കിൽ മകളും മകളുടെ ഭർത്താവും, 2 പേരും വർക്കിംഗ് ആയിരിക്കും അല്ലേ. ഈ 2 പേരും വർക്കിംഗ് ആണെങ്കിൽ മക്കളെ ആരും നോക്കും എന്നൊരു ചോദ്യമാണ്. അതിന് അവിടെ ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യണം, ഡേ കെയറിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാക്കണം, ചിലവായി ഇല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ജോലിക്കാരിയുണ്ട്, അതും ചിലവായി. അപ്പോൾ കാണുന്ന ഒരു മാർഗം എന്താണ്, വീട്ടിൽ നിന്ന് അച്ഛനെയോ അമ്മയും, ഇനി അതല്ലെങ്കിൽ അമ്മയെ കൊണ്ടുപോകും, അച്ഛനവിടെ ഒറ്റയ്ക്കാവും, കാര്യങ്ങൾ നടത്തില്ല എന്നുള്ളതോ അങ്ങനത്തെ കൊണ്ടുപോയി. ഈ ഒരു സംഗതി ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന്. വേറൊന്ന്, ഇപ്പോൾ ഞാൻ ഇടയിൽ കണ്ടിട്ടുള്ളൊരു സംഗതി, മക്കളുടെ പഠിത്തത്തിനും ഭാവിക്കും വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കും. ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് അതിൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാവുക അവനവൻ്റെ എന്തെങ്കിലും സംഗതിയായിരിക്കും. കേരള സീനിയർ സിറ്റിസൺ ഫോറം യൂണിറ്റ് പ്രസിഡന്റ് നരേന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി സുകുമാരൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സുലോചന, ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഒരിടവേള.
തിരിമിന്നി നിൽക്കുന്ന താരം പോലെ പൊൻതിങ്കൾ നീയേ ഇനി എന്നുമെന്നെന്നും നീയൻ കവിത. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. മങ്കര ബ്ലോക്ക് എക്സ് സർവീസ് ലീഗ് ജനറൽ ബോഡി യോഗം നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ജനറൽ ബോഡിയും കുടുംബസംഗമ സമാപന യോഗവും സംഘടിപ്പിച്ചു. മങ്കര പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി DSO വൈസ് പ്രസിഡന്റ് വി വേലുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മങ്കര SI സുരേഷ്, മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സെക്രട്ടറി SV ഹരിദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഖജാൻജി PK വിജയകുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ ഉടുക്കുകോട്ടുപാട്ട് അവതരിപ്പിച്ചു. സാധാരണ കണ്ടുവരുന്ന ഉടുക്കുപാട്ടിൽ നിന്നും വേറിട്ടൊരു കാഴ്ചയ്ക്കാണ് ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. പുരുഷന്മാർ കൊട്ടിവരുന്ന ഉടുക്കുപാട്ടിൽ നിന്ന് ഇത്തവണ സ്ത്രീകളാണ് ഉടുക്കു കൊട്ടിയത്. ഷൊർണൂർ മാരിയമ്മൻ ക്ഷേത്രം പൂജാ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രധാനമായും ഉടുക്കുപാട്ട് നടക്കുന്നത്. ഉത്സവത്തിന് വെളിച്ചപ്പാട്ടിനെ ആനയിക്കുന്നതിന് വേണ്ടിയാണ് ഉടുക്കുപാട്ട് കൊട്ടുന്നത്. നിലവിൽ പുരുഷന്മാർ മാത്രമാണ് ഉടുക്കു കൊട്ടുന്നത്. വാദ്യവും പാട്ടും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് ഉടുക്കടിപ്പാട്ട്. 3 താളങ്ങളിൽ ഉടുക്കു കൊട്ടുന്നതിനൊപ്പം ആലാപനവും വേണം. ദേവീസ്തുതിയും മുനീശ്വരസ്തുതിയും കാളീസ്തുതിയുമാണ് പാട്ടിൻ്റെ ഭക്തിഭാവം. ചിലപ്പതികാരവും രാമായണവുമൊക്കെ കഥാസന്ദർഭങ്ങളായി വരുന്നു. ഷൊർണൂർ മാരിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചാണ് സ്ത്രീകളുടെ ആദ്യ അരങ്ങേറ്റം നടന്നത്. ഉടുക്കടിപ്പാട്ടിൽ അരങ്ങേറ്റം കുറിച്ച 18 പേരിൽ 11 പേരും വനിതകളാണ്. 76 വയസ്സ് പിന്നിട്ട കാമാശിയാണ് മുതിർന്ന അംഗം. 7 പുരുഷന്മാരും സംഘത്തിലുണ്ട്. വിദ്യാരംഭ നാളിലാണ് ബാബു സുബ്രഹ്മണ്യത്തിന്റെ ശിക്ഷണത്തിൽ സംഘം പരിശീലനം തുടങ്ങിയത്. ഒറ്റപ്പാലം ബ്ലോക്ക് വികസന സെമിനാർ നടന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് കരട് പദ്ധതി രേഖ പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു അധ്യക്ഷനായി. കാർഷിക മേഖല, പശ്ചാത്തല വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, ആരോഗ്യം, ജലസേചനം, ക്ഷീരമേഖല, ഭിന്നശേഷി ക്ഷേമം, വയോജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്കെല്ലാം ഊന്നൽ നൽകിയാണ് കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പയർ ഗ്രാമം പദ്ധതി, നെൽകൃഷിക്ക് ഒഴിവുകൂലി നൽകൽ, നീർച്ചാലുകളുടെ നവീകരണം, സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക, അതിദരിദ്രരായി കണ്ടെത്തിയ കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി പദ്ധതികൾ, വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾ, സായാഹ്ന പഠന കേന്ദ്രങ്ങൾ, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, ജലാശയ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, വികസനം, കുട്ടികൾക്കായി പാർക്കുകൾ, വനിതാ ജിംനേഷ്യം, ഹാപ്പിനെസ് പാർക്ക് തുടങ്ങിയ നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് കരട് പദ്ധതി തയ്യാറാക്കിയത്. പരിപാടിയിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജേഷ്, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP. ലതിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം ചെയ്തു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം ചെയ്തു. 2 ഘട്ടങ്ങളായി ഒരു കുടുംബത്തിന് 5 മുട്ടക്കോഴി എന്ന നിലയിലാണ് മുട്ടക്കോഴികൾ വിതരണം ചെയ്തത്. 721 കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്തത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം കോഴി മേടിച്ച ആളുകൾക്ക് 130 രൂപ എന്നിട്ട് കെട്ടേണ്ടി വന്നിരുന്നു.
ഇത്തവണ അത് വേണ്ട, അതുകൂടി പഞ്ചായത്ത് വഹിക്കുകയാണ്. പൂർണ്ണമായും സൗജന്യമായി 100% സബ്സിഡിയോടെയാണ് വിതരണം നടത്തുന്നത്. ഇതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ കോഴിമുട്ടയുടെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള മുട്ട നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അതെന്തുകൊണ്ടോ നടന്നു പോകുന്നില്ല. എന്തുകൊണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ കോഴി വിതരണം ചെയ്തു, നമ്മൾ അതിൻ്റെ മുൻപ് വിതരണം ചെയ്തു, തുടർച്ചയായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം വീടുകളിലും പിന്നീട് അന്വേഷിക്കുമ്പോൾ ആ കോഴിയെ കാണാറില്ല. കോഴി പല രീതിയിൽ ഇല്ലാതാവുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചിലയിടത്ത് 1-2 കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോയി. വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം എം ഷിബു പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഡോക്ടർ ജീനി, ASC കേശവൻ, അറ്റൻഡർ കുഞ്ഞുവാവ തുടങ്ങിയവർ സംസാരിച്ചു. കൈകോർക്കാം നാളേക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി ഉന്നത മേഖലയിലേക്കുള്ള അവസരങ്ങളെക്കുറിച്ച് സംവാദം നടന്നു. കൈകോർക്കാം നാളേക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം ഉപജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ഉന്നത മേഖലയിലേക്കുള്ള അവസരങ്ങളെക്കുറിച്ച് അറിയാൻ സംവാദം നടന്നു. 200-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മുൻ റിട്ടയർഡ് IAS ഡോക്ടർ സരിൻ നിർവഹിച്ചു. 2022 സിവിൽ സർവീസ് നേടിയ റംഷാദ് KB ഓരോ വിദ്യാർത്ഥിയും എന്താവണമെന്ന തീരുമാനമാണ് അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഊർജ്ജം നൽകുകയും ചെയ്തു. ആസ്പ്രന്റ് ലേണിംഗ് അക്കാദമിയുടെ MD മുഹമ്മദ് ഷെരീഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ മുഹമ്മദ് സജീഫ് നന്ദി പ്രകാശനം നിർവഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903277943671, 9447040615, 9847040616. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്ത തുടരുന്നു. ദേശീയ സമ്മതിദായക ദിനം ജില്ലാതല ഉദ്ഘാടനം നടന്നു. തിരഞ്ഞെടുപ്പ് വിഭാഗം സംഘടിപ്പിച്ച 14ാമത് ദേശീയ സമ്മതിദായക ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് K മണികണ്ഠൻ നിർവഹിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് ADM വിശദീകരിച്ചു. അർജുന പുരസ്കാര ജേതാവും ഏഷ്യൻ ഗെയിംസ് വെള്ളി മെഡൽ ജേതാവും ജില്ലാ സ്വീപ് യൂത്ത് ഐക്കണുമായ ശ്രീ ശങ്കർ മുരളി മുഖ്യാതിഥിയായി. യുവാക്കൾ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉപയോഗപ്പെടുത്തണമെന്നും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാക്കാൻ വോട്ടിംഗിലൂടെ സാധിക്കുമെന്നും ശ്രീ ശങ്കർ മുരളി പറഞ്ഞു. അസിസ്റ്റന്റ് കളക്ടറും സ്വീപ് ജില്ലാ നോഡൽ ഓഫീസറുമായ
OV ആൽഫ്രഡ് ശ്രീശങ്കർ മുരളിയെ പൊന്നാട അണിയിച്ചു ആദരിച്ചു. സ്വീപിന്റെ ജില്ലയിലെ സംഗ്രഹ റിപ്പോർട്ട് അസിസ്റ്റന്റ് കളക്ടർ അവതരിപ്പിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ P. സുനിൽകുമാർ ദേശീയ സമ്മതിദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്വീപ് പരിപാടികളുമായി സഹകരിച്ച ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകളെ ആദരിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്തു. ദേശീയ സമ്മതിദായക ദിനവുമായി ബന്ധപ്പെട്ട് നിലവിൽ 18 വയസ്സ് തികഞ്ഞ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇലക്ഷൻ ID കാർഡ് നൽകുന്നതിന്റെ ഭാഗമായി കൈലാസ്നാഥ് ആൻഡ് മറിയ ടോംസ് എന്നിവർക്ക് അസിസ്റ്റന്റ് കളക്ടർ ഇലക്ഷൻ ID കാർഡ് കൈമാറി. പരിപാടിയുടെ ഭാഗമായി പാലക്കാട് മേഴ്സി കോളേജ് NSS യൂണിറ്റ് സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ്, പുത്തൂർ CVN കളരി സംഘം അവതരിപ്പിച്ച കളരിപ്പയറ്റ്, അഗളി IHRഡിലെ വിദ്യാർത്ഥികളുടെ ഗോത്രനൃത്തം എന്നിവ സംഘടിപ്പിച്ചു. പരിപാടിയിൽ ഡെപ്യൂട്ടി കളക്ടർമാരായ സച്ചിൻ കൃഷ്ണ, ജിനു പുന്നൂസ്, ഹുസൂർ ശിരസ്തദാർ, രാജേന്ദ്രപിള്ള, ഇലക്ഷൻ അസിസ്റ്റന്റ് PA ടോംസ്, വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉപന്യാസ ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സപ്ലൈ ഓഫീസർ T. ഗാനാദേവി അധ്യക്ഷയായി. ദേശീയ ഉപഭോക്തൃ നിയമത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് നടപ്പാക്കുന്നത്. ജില്ലാതല പരിപാടിയിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് വിനയ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. K. ശരണ്യ, C. ദീപ എന്നിവർ വിഷയാവതരണം നടത്തി. താലൂക്ക് സപ്ലൈ ഓഫീസർ P. അംബിക, ജില്ലയിൽ പ്രവർത്തിച്ചുവരുന്ന വിവിധ ഉപഭോക്തൃ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് സമ്മാനദാനവും നൽകി. പനമണ്ണ ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പനമണ്ണ സൗത്ത് കുരുടിയമ്പലം ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. 34ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പരിപാടി ഗണേശ സേവാ സമിതി കോർഡിനേറ്റർ P. അരവിന്ദൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗണേശ സേവാ സമിതി രക്ഷാധികാരികളായ മനോഹരൻ, മധുസൂദനൻ, ജനറൽ സെക്രട്ടറി സന്തോഷ്, ട്രഷറർ വിജയരാഘവൻ, വായനശാല പ്രസിഡന്റ് സതീഷ് കുമാർ, സാഹിത്യകാരൻ മുരളീധരൻ, ജോയിന്റ് ട്രഷറർ സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്തിൽ സംരംഭകർക്ക് ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. സംരംഭകോശം 2.0 പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ മുതുതല ഗ്രാമപഞ്ചായത്തിൽ സംരംഭകർക്കുള്ള ലോൺ ലൈസൻസ് സബ്സിഡി മേള നടത്തി. മേളയിൽ 4 PMEGP അനുമതി പത്രം, 2 PMFO അനുമതി പത്രം, 3 KSIFT ലൈസൻസ്, 2 ഉദ്യം രജിസ്ട്രേഷൻ, 2 FSI രജിസ്ട്രേഷൻ എന്നിവയും വിതരണം ചെയ്തു. വ്യവസായ സംരംഭകരുടെ 2 ലോൺ അപേക്ഷകളും മേളയിൽ സ്വീകരിച്ചു. മുതുതല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി A. ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് C. മുകേഷ് അധ്യക്ഷനായ പരിപാടിയിൽ പട്ടാമ്പി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ VS സുഹൈൽ, KSSI ജില്ലാ പ്രസിഡന്റ് TV മമ്മു, വാർഡ് മെമ്പർ വനജ, വ്യവസായ വകുപ്പ് ED നിതിൻ, വ്യവസായ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. പാരമ്പര്യ തനിമയുമായി ചേർന്ന് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പുള്ളുവൻ പാട്ട്. കേരളത്തിന്റെ തനതു പാരമ്പര്യത്തിന്റെ ഭാഗവും പ്രാചീനവുമായ നാടൻ പാട്ടു സംസ്കാരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ട്. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ കാവുകളുമായി അഭേദ്യമായ ബന്ധമാണ് പുള്ളുവൻ പാട്ടിനുണ്ടായിരുന്നത്. പുള്ളുവൻ പാട്ടിന്റെ ഉൽപ്പത്തി കേരളത്തിന്റെ ആജ്ഞേയ ഭൂതകാല ചരിത്രത്തിൽ ആണ്ടുകിടക്കുന്നു. കർണാടക സംഗീതം, സോപാന സംഗീതം എന്നിവയിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ആലാപന രീതിയും താളവുമാണ്
പുള്ളുവൻ പാട്ടുകൾക്കുള്ളത്. സർപ്പക്കാവുകളും സർപ്പപ്രതിഷ്ഠകളും ഉൾപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയും കൂടിയാണിത്. കളമെഴുത്തുപാട്ടിൽ ഭഗവതിയാണെങ്കിൽ പുള്ളുവൻ പാട്ടിൽ നാഗത്താന്മാരാണ്. ആരാധനാമൂർത്തികൾ ഐതിഹ്യമനുസരിച്ച് ത്രിമൂർത്തികളുടെയും മറ്റ് ഭൂതഗണങ്ങളുടെയും നാരദൻ, സരസ്വതി എന്നിവരുടെയും സാന്നിധ്യത്തിൽ കൈലാസത്തിൽ വെച്ചാണ് പുള്ളുവന്മാരുടെ ഉത്ഭവം. ശിവൻ ദർഭപുല്ലിൽ നിന്ന് പുള്ളുവരെ സൃഷ്ടിച്ചു. ശിവൻ വീണയും ബ്രഹ്മാവ് കുടവും വിഷ്ണു കൈമണിയും നൽകി അവരെ അനുഗ്രഹിച്ചു. അതോടൊപ്പം സരസ്വതി സംഗീതവും നൽകി. നാരദൻ ദേശാന്തരങ്ങൾ സഞ്ചരിച്ച് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് പുള്ളുവരെ അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് യാത്രയാക്കി. ഇക്കഥ സൂചിപ്പിക്കുന്ന പുള്ളുവൻ പാട്ടുകളുടെ അവരുടെ വായ്മൊഴി ശേഖരങ്ങളിൽ കാണാം. എഡ്ഗർ തെസ്റ്റൻ രചിച്ച ദക്ഷിണേന്ത്യയിലെ ജാതി സമൂഹങ്ങൾ എന്ന ഗ്രന്ഥപരമ്പരയിൽ പുള്ളുവ സമുദായത്തെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട്. നാഗങ്ങളുമായി ബന്ധപ്പെട്ട് മഹാഭാരതത്തിലും ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലുമുള്ള കഥകളാണ് മിക്ക പാട്ടുകളിലുമുള്ളത്. സർപ്പോൽപ്പത്തി, ഗരുഡോൽപ്പത്തി, കാളിയദമനം, വിഷപരീക്ഷ, നാഗോത്സവം, പാലാഴി മഥനം, പുള്ളുവ ചരിതം തുടങ്ങിയ ഇത്തരം കഥകളാണ് ഇപ്പോൾ അവശേഷിക്കുന്ന പ്രചാരത്തിലുള്ള പാട്ടുകളിലെ പ്രമേയം. ഇത്തരം പാട്ടുകൾക്ക് പുറമെ ചെറിയ കുട്ടികളുടെ നാവൂറ് പാടുക എന്ന ഒരു ചടങ്ങും പുള്ളുവന്മാരുടെ അവകാശമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്നും ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ നാവൂറ് പാടിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ പതിവ് ഇന്നും കേരളത്തിൽ തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.